ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നിപ്പോൾ മഴയൊന്നുമില്ല. രാവിലെ തന്നെ അത്യാവശ്യം നല്ല തെളിച്ചുള്ള ആകാശവും നല്ല വെയിലൊക്കെ ആയിരുന്നു. നല്ല ആകാശവും നല്ല വെയിലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇന്ന് കുറേ നാളായിട്ട് പൂന്തോട്ടം ആകെ വൃത്തികേടായിട്ട് കിടക്കുകയാണ്. മഴ കാരണം ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല. അപ്പോൾ ഇന്നതൊന്ന് വൃത്തിയാക്കാം, ചെടികളൊക്കെ ഒന്ന് മാറ്റി മാറ്റി വയ്ക്കാം. വെയിലുള്ളതൊക്കെ വെയിൽ കൊള്ളേണ്ട സ്ഥലത്തേക്കും വെയിൽ വേണ്ടാത്തത് ഇനിയിപ്പോൾ മാറ്റാനും അങ്ങനെയൊക്കെ വിചാരിച്ച് രാവിലെ കുറച്ച് നേരം പണിയൊക്കെ ചെയ്യാനിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇങ്ങനെ മണ്ണ് തെറിക്കാതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ട് കുറേ മെറ്റലൊക്കെ ഇട്ടുണ്ടായി. അപ്പോൾ ഈ ഭാഗത്തെ മെറ്റലൊക്കെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയൊന്നും ഇനിയിപ്പോൾ ഇല്ല. ഇനിയിപ്പോൾ ഈ സൈഡ് വേണ്ട, ഈ സൈഡിൽ ഇനി കുറേശ്ശെ മെറ്റൽ മാറ്റാനുണ്ട്. അപ്പോൾ ഇതൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നല്ല വെയിലാണ് ഇവിടെ. ഇപ്പോൾ ഒന്ന് ചെറിയ ഉണ്ടെന്നുള്ളൂ, എന്നാലും നല്ല വെയിലാണ്. വെയിൽ കൊള്ളാൻ പറ്റില്ല അവിടെ. അപ്പോൾ മെറ്റലൊക്കെ ഞാൻ ഇവിടെ സൈഡിൽ കൂട്ടിയിട്ടേക്കാണ്. അപ്പോൾ അതിൻ്റെ തളർച്ച മാറ്റാൻ വേണ്ടി, തണുപ്പൊക്കെ കിട്ടാൻ വേണ്ടി ഒരുത്തൻ ഇവിടെ വന്ന് കിടപ്പുണ്ട്. ഇവിടുത്തെ പൂച്ചയല്ല കേട്ടോ, വഴിയിൽ കൊണ്ടൊരു പൂച്ചയാണ്. വയ്യാതെ നല്ല വയസ്സാനാണ്. പിന്നെ അതിൻ്റെ ഫ്രണ്ടാണ് ഇവിടെ ഇരിക്കണത്. രണ്ട് കുട്ടികളും ഉണ്ട്. കുട്ടികൾ ഇവിടെ തന്നെയാണ്, ഇവിടെ നിന്ന് പോണില്ല. അപ്പോൾ അതേ ഉണ്ടാ നല്ല വെയിലാണ് ഇവിടെ ചെയ്യാനായിട്ട് ശരിക്കും നല്ല ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഇനിയിപ്പോൾ 10 മണിയൊക്കെ നടാം എന്ന് വിചാരിച്ചു. ഇവിടെയൊക്കെ നന്നായിട്ട് മണ്ണൊക്കെ കുത്തി ഇളക്കി. അപ്പോൾ അതിൻ്റേതായ വർക്കുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറേ ചെടികളൊക്കെ ട്രിം ചെയ്ത് നിർത്തി. പിന്നെ കുറേ ഇലകളൊക്കെ കേടായിട്ടുണ്ടായി. പിന്നെ കുറേയൊക്കെ കളഞ്ഞു. പിന്നെ കുറേ റോസയൊക്കെ ഉണ്ടായിരുന്നു, ഒന്നും വെയിൽ കിട്ടുണ്ടായില്ല. അപ്പോൾ മന്ദാരമൊക്കെ ഉണ്ടായി ഇവിടെ, അതൊക്കെ വെട്ടി നിർത്തിയേക്കാണ്ട്. പിന്നെ ഈ ചെത്തിയൊക്കെ അങ്ങനെ പടർന്ന് നിൽക്കണ കാരണം എൻ്റെ തൊട്ട് താഴെ കുറേ റോസൊക്കെ ഉണ്ട്, വൈറ്റും പിന്നെ നല്ല ബട്ടൺ റോസ് അതൊക്കെ ഉണ്ട്. പക്ഷെ അതിനൊന്നും വെയിൽ ശരിക്കും കിട്ടുന്നുണ്ടായില്ല. പിന്നെ ഇപ്പോൾ വെയിൽ കിട്ടിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ വെട്ടി നിർത്തിയേക്കാണ്. പിന്നെ ആമസോൺ ബ്ലൂ ഉണ്ട്, അതിങ്ങനെ പടർന്ന് കയറി പോയതൊക്കെ കുറേയൊക്കെ ഇങ്ങനെ ഇതാക്കി. പിന്നെ നാഗമുല്ല, അതും അങ്ങനെ നന്നായി അത്യാവശ്യം വളർന്ന് പിടിച്ചൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഇത്രയും ഭാഗം വെയിലാണ്. ഇനി നീക്കാനുള്ള ഭാഗത്ത് നല്ല വെയിലാണ്. അപ്പോൾ വെയിൽ കാരണം ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് കാരണം ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തുവെന്നേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ചെടിത്തോട്ടത്തിൻ്റെ വിശേഷങ്ങൾ പുതിയതായിട്ട്. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം ചെടികളൊക്കെ ഒന്ന് പറിച്ച് ഒക്കെ ഒന്ന് മാറ്റിയൊക്കെ വെക്കാനായിട്ട്. പിന്നെ അഗ്ലോണിമയും കുറേ ചെടികളൊക്കെ ഞാനിവിടെ പൊസിഷൻ മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം മഴ മാറിയപ്പോൾ തന്നെ ആന്തൂറിയത്തിനൊക്കെ എടുത്ത് വെയിൽ കൊള്ളാത്ത സ്ഥലത്തേക്ക് വെച്ചു. 3-4 ടൈപ്പ് ആന്തൂറിയുണ്ട്, അത് മാറ്റി. പിന്നെ നിയോൺ പോത്തോസ് ഇത് വെയിൽ കൊണ്ടു കഴിഞ്ഞതിൻ്റെ കളറ് വേറൊരു കളറായി മാറും. ഇതും മാറ്റി വെച്ചു. പിന്നെ ഡിഫംബെഞ്ചിയ അങ്ങനെയുള്ള പ്ലാന്റ്സ് കുറേയൊക്കെ മാറ്റാനുള്ളതൊക്കെ മാറ്റി ഉണ്ടായി. ഇതിനൊക്കെ മാറ്റി വെയിൽ കൊള്ളാത്ത രീതിയിലേക്ക് കുറച്ച് വെയിൽ കൊള്ളുന്ന രീതിയിൽ ഷെയ്ഡ് മാത്രമേ കിട്ടുള്ളൂ അങ്ങനെയൊക്കെ വെച്ചു. അല്ലെങ്കിൽ ഇതൊക്കെ ഇനി വെയിൽ കൊണ്ടാൽ ഭയങ്കരമായിട്ട് നശിച്ചു പോകും. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ മാറ്റി വെച്ചതാണ്. പിന്നെ അഗ്ലോണിമയ്ക്ക് എന്ത് സംഭവിച്ചു എന്നറിയില്ല. ഇതിൻ്റെ ഇലയൊക്കെ ഇങ്ങനെ മഞ്ഞായിട്ടൊക്കെ ഇരിക്കുന്നതൊക്കെ ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് ശരിയാക്കാനുണ്ട്. ഇലയൊക്കെ നന്നായിട്ട് ചീഞ്ഞേക്കാണ്. എന്ത് സംഭവിച്ചതെന്നറിയില്ല, നോക്കണം. പിന്നെ ഇതൊക്കെ ഞാൻ പറിച്ചു വെച്ചു ഇന്നലെ. ഈ അഗ്ലോണിമ ഇനിയിപ്പോൾ വെള്ളം വീണിട്ടാണോ എന്താണെന്നറിയില്ല. അറിയുന്നവരാരുണ്ടെങ്കിൽ പറഞ്ഞു തരണം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഇന്നത്തെ വിശേഷങ്ങൾ.